നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഭാഗ്യം എന്ന് പറയുന്നത് ഇവർക്ക് അനുകൂലമായ ഒട്ടനവധി സാഹചര്യങ്ങൾ ജനിക്കുന്നു. ഈ ഒരു അവസരം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് പലപ്പോഴും നേട്ടത്തോടുകൂടി, ഉയർച്ചയോടുകൂടി, സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഇവരുടെ ജീവിതം രക്ഷപ്പെടാനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ജീവിതത്തിൽ പലപ്പോഴും തളർന്നു പോയിട്ടുള്ള, തകർച്ചയിൽ നേരിട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ പെട്ടെന്നുള്ള തളർച്ച വന്ന് ചേർന്നിട്ടുള്ളത്? അവർ പോലും അറിയാതെ അവരുടെ സമയത്തിന്റെ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ അവരുടെ ജീവിതം തകർന്നു പോയിട്ടുണ്ടാകാം, പരാജയപ്പെട്ടിട്ടുണ്ടാകാം, ജീവിതത്തിൽ നഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ടാകാം. ഇതുവരെയുള്ള ഏതൊരു അവസരമാണെങ്കിലും, മോശപ്പെട്ട അവസരമാണെങ്കിലും, ഈ ഒരു അവസരം അവരുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള അവസരം, ഈ അവസരങ്ങളൊക്കെ മാറുന്ന ഒരു സമയമാണ്. അഭിമാനം തോന്നുന്നു എന്ന് ഇവർക്ക് തന്നെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തികപരമായി ഇവർക്ക് ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തികപരമായി പരാജയപ്പെടുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ വെല്ലുവിളികൾ അതിജീവിക്കേണ്ടി വരുന്നത്. പ്രശ്നങ്ങൾ ഒരുപാട് ഇവർക്ക് അനുഭവിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു ചേർന്നിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ നിന്നും അവരുടെ ജീവിതം മെച്ചപ്പെട്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാധ്യതയാണ് കാണപ്പെടുന്നത്. അതിലൂടെ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാനുള്ള അവസരം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർ. ഇവരുടെ ജോലി സംബന്ധമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകളൊക്കെ ഇവർക്ക് നേടാനുള്ള സാഹചര്യങ്ങളും കാണപ്പെടുന്നു. നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയമാണ്. വലിയ മാറ്റത്തോടുകൂടി, വലിയ ഉയർച്ചയോടുകൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചേരാൻ പോകുന്നു. ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നാനാവിധത്തിലുള്ള നേട്ടങ്ങൾ, ഒരു നേട്ടം എന്ന് പറയുന്നത് ലോട്ടറി ഭാഗ്യമാകാം, അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്ന ഒരു സാഹചര്യങ്ങളാകാം. എന്തുകൊണ്ടും ഉയർച്ചകൾ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. സാമ്പത്തിക സ്രോതസ്സുകൾ ഇവരുടെ മുന്നിൽ വന്നു ചേരുന്നു. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിൽ തകർന്നുപോയി എന്ന് വിചാരിക്കുന്ന സമയത്ത് നിന്നും ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നഷ്ടബോധമില്ലാതെ നേട്ടങ്ങൾ ഇവർക്ക് ലഭിക്കാവുന്ന, ഒട്ടനവധി ഉയർച്ചകൾ ഇവർക്ക് ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ ക്ലേശകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഇവർ കുതിച്ചുവരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഇവർക്കുണ്ടായിരുന്ന മാനസിക വിഷമങ്ങൾ, മനസ്സമാധാനമില്ലാത്ത ഒരു സാഹചര്യങ്ങൾ, ഇതൊക്കെ മാറുന്നു. ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നു. സാമ്പത്തിക പരമായിട്ട് ഇവർക്കുണ്ടായിരുന്ന പലവിധ കഷ്ടതകൾ, കടങ്ങൾ ഏറി വരുന്നു. പല വിധത്തിലും സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ സാധിക്കാത്ത ഒരവസ്ഥകളൊക്കെയാണ് ഇവർക്കുണ്ടായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥകളാണ് ലഭിക്കുന്നത്. മികച്ച നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും. പലവിധ അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ആ അവസരങ്ങൾ നല്ല വിധത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഇവർക്ക് കണ്ടുവരുന്നു. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഒട്ടേറെ മിന്നുന്ന വിജയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തണം. വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ ഇവർക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ്. എന്നിരുന്നാലും സാമ്പത്തിക തിരിമറികളിൽ ഇടപെടാതിരിക്കുക. സാമ്പത്തിക തട്ടിപ്പ് വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. സമ്പത്ത് വന്ന് കൂടുമ്പോൾ അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ അനുഭവിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അനാവശ്യമായി കടം കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. കടം കൊടുത്ത പണം തിരികെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. നമ്മൾ വിശ്വസിച്ച് പണം കടം കൊടുത്ത ആളുകൾ പലപ്പോഴും നമ്മളെ വഞ്ചിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന, ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്.
മഹാഭാഗ്യം തന്നെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥയിലൂടെ കടന്നു വരുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ കഷ്ടതകളൊക്കെ മാറുന്നു. സമ്പത്ത് ഇല്ലാത്തൊരവസ്ഥ, ജോലിയുമായി ബന്ധപ്പെട്ട് പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥകൾ, പ്രശ്നങ്ങൾ ഒരുപാട് ജീവിതത്തിൽ അനുഭവിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് നേട്ടങ്ങൾ എത്തിച്ചേരുന്ന, പലവിധ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നു. ഇവർക്ക് ട്രാൻസ്ഫർ പോലുള്ള കാര്യങ്ങൾ, പ്രൊമോഷനോടുകൂടിയുള്ള വരുമാന വർധനമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഇവർക്ക് ഒന്നിച്ചേരാനുള്ള സാഹചര്യങ്ങളും സമയമൊക്കെ അനുകൂലമായി നിൽക്കുന്നു. ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളിലൂടെ തന്നെ ഈ നക്ഷത്രക്കാർ കടന്നു പോകും. ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ സംഭവിക്കും. മഹാഭാഗ്യത്തിന്റെ ദിനങ്ങൾ തന്നെ ഇവർക്ക് ഉണ്ടാകും. ഇവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള പലവിധ തടസ്സങ്ങൾ മാറുന്നു. അതോടൊപ്പം തന്നെ ജോലിയിൽ ഉയർച്ച, ഉന്നതി, അത് താൽക്കാലിക ജോലിയിൽ നിന്ന് സ്ഥിര വരുമാനമുള്ള ജോലിയിലേക്ക് ഉയരാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണുന്ന ഒരു സമയം കൂടിയാണ്. മെച്ചപ്പെട്ട അവസ്ഥകൾ, മെച്ചപ്പെട്ട ഉയർച്ചകൾ, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്നത്. ആ ബുദ്ധിമുട്ടിൽ നിന്നും മോചനം ലഭിക്കുന്നു. സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. ഒട്ടേറെ മഹാഭാഗ്യം തന്നെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മിന്നുന്ന വിജയം ഇവർ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ നാളുകളായി പലപ്പോഴും ജീവിതത്തിൽ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു സമയം കൂടി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. മഹാഭാഗ്യം ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്ന, ഒട്ടേറെ ഉയർച്ചയിലൂടെ കടന്നു വരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തിക വെല്ലുവിളിയിൽ നിന്നും ഇവർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നല്ലൊരു വിവാഹബന്ധം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നു. അതായത് ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരു വിവാഹം കുടുംബത്തിന്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടി നടക്കുകയും വിവാഹശേഷം ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളും വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക വെല്ലുവിളികളെ അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കും. ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങളുടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന ഒരു സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗവും വന്നു ചേരുന്ന ഒരു സമയം ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന, ഗുണപരമായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. പലവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇവർ നേട്ടത്തിലേക്ക് എത്തിച്ചേരും. അതോടൊപ്പം തന്നെ വിദേശവാസത്തിന് അനുകൂലമായ ഒരു സമയമാണ്. ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തികപരമായി ഇവർക്ക് ഒട്ടേറെ മഹാഭാഗ്യ ദിനങ്ങൾ, സമ്പത്ത് വർദ്ധിക്കുന്ന, വരുമാനം വർദ്ധിക്കുന്ന, ഒട്ടേറെ ഉയർച്ചകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഒട്ടേറെ നേട്ടങ്ങൾ, ഒട്ടേറെ ഉയർച്ചയിലൂടെ ഈ നക്ഷത്രക്കാർ, അത് ഇവർ നിൽക്കുന്ന ഇടത്തും ഇവരുടെ കുടുംബത്തിലും വീട്ടിലുമൊക്കെ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെയാണ് വന്നു ചേരുന്നത്. പലവിധ നേട്ടങ്ങൾ കൊണ്ട് ഇവർ സമ്പന്നമാകുന്നു. ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. ഐശ്വര്യം തിങ്ങി നിറയുന്ന, നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം, കോടീശ്വര യോഗമൊക്കെ ഇവർക്ക് ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. മഹാഭാഗ്യം, മഹാ ഐശ്വര്യം, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലമാണ്. മൂലം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് സന്തോഷകരമായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു. പലവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു. പലവിധ കഷ്ടതകൾ, സാമ്പത്തിക ദുരിതങ്ങൾ, കടബാധ്യത, ഇതിൽ നിന്നുള്ള ഒരു മോചനം ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സമയം വളരെ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ ഒരുപാടാണ് വന്നു ചേരാനുള്ളത്. സാമ്പത്തിക കടാക്ഷം ഒക്കെ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സമയം, ദൈവികമായ അനുഗ്രഹമൊക്കെ ഇവർക്ക് ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.